ഹായ് ഫ്രണ്ട്സ് ടൊരട്ടുപ്പ മിനി ഫോട്ടോസ് നോക്കി മമ്മി ഇതെന്താ പെണ്ണ് മോളെ ഇവളെ പേര് സാറ. എന്താ മോൻ പറയാ സാറ? ഇവള് കമ്പനി CEO ആണോ മമ്മി? ഇവൾക്ക് എൻ്റെ ചേട്ടൻ സെറ്റല്ല മമ്മി. ഇവൾക്ക് 27 മമ്മി. എൻ്റെ ചേട്ടനക്ക് എത്ര ഏജായി? 25 ആണ് മമ്മി. എനിക്കിത് തെറ്റാവില്ല എന്ന് നിറയെ ഗോസിന് അത് പ്രശ്നമോ ഇത് പ്രശ്നം പറയായിരുന്നു മമ്മിക്ക്. മമ്മിക്ക് ഭയങ്കര ടെൻഷനായി. മിനി എന്താ മണ്ടത്തരം കാട്ടുക മമ്മി? എനിക്ക് ഇവരെ ആരും ഇഷ്ടപ്പെട്ടില്ല. പോ മമ്മി, നല്ല പെണ്ണ് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് മിനി ടെൻഷനാക്കിയിട്ട് അവളെ ആളാക്കിയിട്ട് പോയിരുന്നു. മിനി സമാധാനമായി എന്ന് പറഞ്ഞ് മിനി സമാധാനമാക്കിയായിരുന്നു. മിനി കറി ഹീറോയോട് പറയാം. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. മിയ പറയായിരുന്നു, എന്താടി നീ പറയണത്? ജഹബൊക്കെ പെണ്ണ് നോക്കാണോ? അതടി എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഒരു പാർട്ടി ഉണ്ടായിരുന്നു. മിയ പറയായിരുന്നു, എടി ഒരു പാർട്ടി ഉണ്ടെടി, നമ്മ ആ പാർട്ടിക്ക് പോകണ്ടേ? മിനി പറയായിരുന്നു, എന്താ പാർട്ടി? എടി മറന്നോ? എൻ്റെ ബർത്ത്ഡേ പാർട്ടി എടി, മറന്നോ എന്നെ? മിന്നീൻ്റെ അവിടെ കേൾക്കായിരുന്നു മിയ. അതെടി മറന്നോടി, എൻ്റെ ബർത്ത്ഡേ മറന്നോടി എനിക്ക്. സോറി മച്ചി, എൻ്റെ ബർത്ത്ഡേക്ക് വരാം. ആ പാർട്ടിക്ക് നിങ്ങൾ വരണോ? എൻ്റെ ഫാമിലി വെച്ചുകൊണ്ട് വരണോ? മനസ്സിലായോ? ശരി മച്ചി എന്ന് പറയായിരുന്നു. അങ്ങനെ ഒരു പാർട്ടിയായിരുന്നു. ഇപ്പോൾ പാർട്ടിയിൽ ഹീറോ ഒരു ഫാരിമാർ ഒരു ഡ്രസ്സ് പറഞ്ഞ ഏഞ്ചൽമാർ ഒരു ഡ്രസ്സ് ഇട്ട് ഹീറോയെ കാണുന്നത് ആഞ്ചലായിട്ടുണ്ട്. നല്ല പിങ്ക് ഡ്രസ്സ്, അതിൽ നല്ല മിന്നുമായിരുന്നു. അതായിട്ട് ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു, ചേട്ടാ എനിക്ക് ഷോപ്പിംഗ് പോകണം എന്ന് പറഞ്ഞ് ഗിഫ്റ്റ് എടുത്താണ് ചേട്ടാ എൻ്റെ കൂടെ വരുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് പറയായിരുന്നു. ഇത് കേട്ട് മിന്നിൻ്റെ മമ്മി കേൾക്കായിരുന്നു. എന്താ മോളെ നീ പറഞ്ഞ? അതെ മമ്മി, നിങ്ങൾ കൂടെ വാ, എൻ്റെ ഫ്രണ്ട് മമ്മി പറഞ്ഞിട്ടുണ്ട്, വരാൻ പറഞ്ഞിട്ടുണ്ട്, വാ എന്ന് പറയണം. ശരി ഓക്കെ പോവാ എന്ന് പറഞ്ഞ് മമ്മി ഡാഡി ഓക്കെ പറയായിരുന്നു. അങ്ങനെ കൊണ്ട് ജിന്നു പറയായിരുന്നു ഞങ്ങളും കൂടെ വരുന്നോ? ജിന്നു പറയായിരുന്നു ശരി ഞാൻ വരാമെന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും ഫാമിലി ആയിട്ട് പോയിരുന്നു. അങ്ങനെയായിട്ട് ജിന്നു പറഞ്ഞ ലവ് മാരേജ് കഴിച്ചത്. ജിന്നുൻ്റെ വൈഫിൻ്റെ പേരാണ് എന്ത് പറഞ്ഞ സ്റ്റെല്ല ലവ് മാരേജാണ്. സ്റ്റെല്ല പറഞ്ഞ റിച്ച് കുറച്ച് റിച്ചാണ്. സ്റ്റെല്ലൊക്കെ പറഞ്ഞ നല്ല ക്യാരിങ് സ്വീറ്റാണ്. സ്റ്റെല്ല വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റെല്ലക്ക് നന്നായി ഹീറോയിനെ അറിയും. അത് മാത്രമല്ല സ്റ്റെല്ലക്ക് പറഞ്ഞ ഹീറോയിൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ സ്റ്റെല്ലക്ക് ഒരു ആഗ്രഹമുണ്ട്, എന്തായാലും ജേഹോബക്ക് ഹീറോയിനെ മാരേജ് ചെയ്യിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സ്റ്റെല്ല നോക്ക് ഷോക്കായിരുന്നു. അങ്ങനെ സ്റ്റെല്ല വന്ന് ഹക്ക് ചെയ്ത ആൻറ്റി എന്താ ഇത് സ്റ്റെല്ല കുട്ടിയാണോ? ഹീറോയിൻ്റെ മമ്മി ഹക്ക് ചെയ്തായിരുന്നു. അതെ സ്റ്റെല്ല പറഞ്ഞ ഹീറോയിൻ്റെ മമ്മീൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ് സ്റ്റെല്ല. ഫ്രണ്ട് പറഞ്ഞ ഓക്കെ സ്കൂൾ ഫ്രണ്ടാണ് സ്റ്റെല്ലയുടെ മമ്മിയും ഹീറോയിൻ്റെ മമ്മിയും. അങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുകയാണ്. സ്റ്റെല്ല ഇതാക്കുക ജേഹോബിൻ്റെ മമ്മി പറയുന്നു, എന്താ ക്യൂട്ടായിട്ടുണ്ടല്ലേ എന്ന്. സ്റ്റെല്ല കട്ടായിരുന്നു ഹീറോയിൻ്റെ. അതേ മോളെ ക്യൂട്ടായിട്ടുണ്ട്. ഇല്ല ഇതാണ് ഇവളെനിക്ക് ഭയങ്കര പിടിക്കും, നിങ്ങളെ മകൻ എനിക്ക് കറക്റ്റാണ്. അങ്ങനെ ഹീറോയിൻ്റെ മമ്മിയോട് കേൾക്കായിരുന്നു. അതെ ഇവൾക്ക് പഠിച്ച ശേഷം പിന്നെ മാരേജ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ മമ്മി പറയായിരുന്നു. അത് കേട്ട സ്റ്റെല്ല പറയായിരുന്നു, അതെ ഇവൾക്ക് നോക്കണം, നമുക്ക് ജേഹോബ് ആൻറ്റിക്ക് ഓക്കെയാണോ ഇവരോട് സംസാരിക്കുക എന്നത് ജേഹോബ് മമ്മിയോട് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ എന്നായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഹീറോയിനെ വിളിക്കായിരുന്നു ഒരു ഫങ്ഷനായിരുന്നു. ഇങ്ങനെ എൻഗേജ്മെൻറ്റ് നടന്നായിരുന്നു. അങ്ങനെയായിട്ട് എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ചിന്നിക്ക് പറഞ്ഞ ബേബി ജനിച്ചായിരുന്നു. ബേബി ക്യൂട്ടായിട്ടുണ്ട്. 2 ട്വിൻസാണ്, ഒരു ഗേൾ ബേബി ഒരു ബോയ്. ഫസ്റ്റ് ഒരു ബോയ് ബേബി ഗേൾ ബേബിയാണ്. കുറച്ച് കുട്ടിയാണ്, അത് മാത്രമല്ല കുറച്ച് വലുതായിരുന്നു. അതെ ഹീറോയി ഭയങ്കര ഹാപ്പിയായിട്ട് ജോലിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സോട് പറയായിരുന്നു. അങ്ങനെയായിട്ട് മാരേജ് ജേഹോബക്കും ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റ് നെക്സ്റ്റ് മാരേജ് ചെയ്യിപ്പിക്കാം എന്ന് പറയണം. അങ്ങനെ ഹീറോയി കോളേജ് പഠിക്കാൻ തുടങ്ങി. ജേഹോബ് ഹീറോയിന് ഒരു സൈറ്റ് അടിക്കുക ശരിയല്ല പഠിക്കട്ടെ എന്ന് പറയണം. അപ്പോൾ ഹീറോയ്ക്ക് പഠിച്ചു കഴിഞ്ഞു. ജേഹോബ് പറഞ്ഞു ഇപ്പോൾ മാസ്റ്റർ ഡിഗ്രി എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഹീറോയ്ക്കും കോളേജും പഠിച്ചു കഴിഞ്ഞായിരുന്നു. ഹീറോയി കോളേജ് ഗ്രാജുവേറ്റ് ആയിരുന്നു. അപ്പോൾ ജേഹോബക്ക് ഹീറോയ്ക്ക് ഇപ്പം മാരേജാണ്. ഇപ്പം എല്ലാം ഹാപ്പിയായിട്ട് എല്ലാം മാരേജ് നടക്കുകയാണ്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. മാരേജ് നടന്നായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. ഹീറോയുടെ 2 ഫ്രണ്ട്സുക്കും ഫിയാൻസി ഉണ്ട്. അതെ ഹീറോയിൻ്റെ റോസൊക്കെ പറഞ്ഞ ജിമിൻ കൂടെയാണ്. മിനിക്ക് പറഞ്ഞ
സ്റ്റേയും കൂടെ ആണ്. അങ്ങനെയായിട്ട് എൻഗേജ്മെൻറ്റ് അവർക്കും എൻഗേജ്മെൻ്റ് ആയിരുന്നു. മാരേജ് കാര്യം പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. അല്ല, ജിമ്മിനിക്കും മാരേജ് ആയിരുന്നു, വീക്ക് മാത്രമേ എൻഗേജ്മെൻ്റ് ആയത്. അങ്ങനെയായിട്ട് അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് അവർക്കും മാരേജ് ആയി. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഭയങ്കര ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ബേബീസ് ജനിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ഗേൾ ബേബി, ഒരു ബോയ് ബേബി. ഫസ്റ്റ് പറഞ്ഞ ജേഹബക്ക് ബോയ് ബേബി, നെക്സ്റ്റ് ഗേൾ ബേബി, ട്വിൻസാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങി. ജേഹബും ജേഹബും ഹീറോയിനെ ഭയങ്കര ക്യാരിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ജേഹബ് യഥാർത്ഥം ഇങ്ങനെ കുട്ടികളിൽ വലിയ കളിക്കായിരുന്നു. ഹീറോയ്ക്ക് കുട്ടികൾ കൂടെ അങ്ങോട്ടും ഓടി കളിക്കായിരുന്നു. ഹീറോയ്ക്ക് പറഞ്ഞ ഒരു ഗേൾ. നെക്സ്റ്റ് മൂന്നാമത്തേത് പറഞ്ഞ 4 ബേബീസുണ്ട് ഹീറോയ്ക്ക് പറഞ്ഞ. അതെ, 2 സ്കൂളിൽ പോകാൻ തുടങ്ങിയായിരുന്നു. ഒന്ന് പറഞ്ഞ കുട്ടിക്ക് 4 വയസ്സ്, പിന്നെ ഒരു കുട്ടി ബേബി അറിഞ്ഞ ആ കുട്ടി ബേബിക്ക് ഹീറോയി അത് പറഞ്ഞ ഞാൻ നടക്കുന്ന 1 വയസ്സായി. അങ്ങനെ ഹീറോയി ഇങ്ങനെ ബേബീസ് കൂടെ ജോലി ചെയ്തിരിക്കാം. ജേഹബ് വന്ന് നോക്കുമ്പോൾ ഒരു ബുക്ക് കണ്ടായിരുന്നു. ജേഹബ് എന്താ ബുക്ക് നോക്കുമ്പോൾ ജേഹബ് അതിൽ ഹീറോയെ അങ്ങനെ ലവ് ചെയ്യാൻ തുടങ്ങി. എല്ലാ കാര്യം ജേഹബ് മനസ്സിലായി. ജേഹബ് ഷോക്കായിരുന്നു. ജേഹബ് ഹീറോയിനെ നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ജേഹബ് സ്മൈൽ ചെയ്ത്, അപ്പോൾ നിനക്കും എന്നെ പിടിക്കുമോ? ഇപ്പം ജേഹബ് ഓർക്കായിരുന്നു. അതെ, ജേഹബൊക്കെ പറഞ്ഞ ഹീറോയിനെ കണ്ടവന് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ഇവൾ കുട്ടിയാട്ടെ എന്ന് പറഞ്ഞ് ജേഹബ് മിണ്ടാതിരുന്നായിരുന്നു. അങ്ങനെയായിട്ട് കുറേ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പം ഹീറോയ്ക്ക് ഒരു ബുക്ക് റിലീസാണ്. അതെ, ഹീറോയിൻ്റെ ബേബി സ്കൂളിൽ പോകും. ആദ്യം ഒരു ഡേയ്സ് ഹീറോയ്ക്ക് ബുക്ക് വന്നായിരുന്നു. ഇപ്പോൾ ഹീറോ ആ ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങിയായിരുന്നു. ആ ബുക്കിലാണ് ഇങ്ങനെയായിട്ട് ആ ബുക്ക് റിലീസാകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ആ ബുക്കൊന്നും അറിയില്ലായിരുന്നു. ആ ബുക്ക് ഇപ്പോൾ നിറയെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ജേഹബുക്ക് വയസ്സായി. ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും മാരേജ് ആയിരുന്നു. ഇപ്പോൾ വയസ്സുകാലം ജേഹബ് ഒരു ബുക്ക് കൊടുത്ത് ആ ബുക്ക് ഹീറോയ്ക്ക് ജേഹബ് അവിടുന്ന് അവർ 2 പേരും ഡാഗസ് പോയി. അപ്പോൾ അവർ ബുക്ക് വായിച്ച് നോക്കുമ്പോഴാണ് അവർക്കെല്ലാം ഓർമ്മ. ബുക്ക് വായിച്ച് നോക്കുമ്പോൾ വയസ്സുകാലത്ത് ബുക്ക് വായിക്കുമ്പോൾ എല്ലാ കാര്യമായിരുന്നു ജേഹബിൻ്റെ അടുത്ത് പോയായിരുന്നു. അവർ പയ്യന്മാരുമായിരുന്നു 2 പേരെ ഹക്ക് ചെയ്തായിരുന്നു. ആ ബുക്ക് എല്ലായിടത്തും ഫേമസ് ആണ്. ഇവർ 2 പേരുടെ ലവ് സ്റ്റോറി. അങ്ങനെ ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.